ഇന്ന് ഞങ്ങൾ ബെല്ലമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് കേട്ടോ. ഇവളുടെ ശരിക്കുള്ള ബർത്ത്ഡേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2 വർഷം മുന്നേ ഒരു ഒക്ടോബർ 26 രാത്രിയാണ് എനിക്ക് ബെല്ലമ്മയെ റോട്ടിൽ നിന്ന് കിട്ടുന്നത്. ആകെ പേടിച്ച് മുടിയൊക്കെ ജട പിടിച്ച് ഒരു ശോഷിച്ചൊരു അസ്ഥികൂടം. എന്തോ അവളെ ആ സമയത്ത് റോട്ടിൽ ഉപേക്ഷിച്ച് പോരാൻ എനിക്ക് പറ്റിയില്ല. അവളെ വെറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോഴോ പിന്നീട് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴോ അവളെ ഏറ്റെടുത്ത് വളർത്താനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി വീട്ടിൽ 2 പേരുണ്ടായിരുന്നല്ലോ. ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടായിരിക്കും അവളുടെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാം എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ പിന്നീട് ആരും അന്വേഷിച്ച് വരാതായപ്പോൾ മനസ്സിലായി ആരോ കളഞ്ഞാണെന്ന്. അഡോപ്ഷന് വേണ്ടി ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇവിടെയുള്ള സകല റെസ്ക്യൂ ഗ്രൂപ്പ്സിലും ഞാൻ കോൺടാക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ മുടിയില്ലാത്ത, പല്ല് പൊന്തിയ, കാണാൻ ഭംഗിയില്ലാത്ത നായക്കുഞ്ഞിനെ ആർക്കും വേണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തിനുള്ളിൽ അവൾ ഞങ്ങളുമായിട്ട് പിരിയാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരുമായിട്ട് എടുത്തു. പ്രത്യേകിച്ച് രാജേഷുമായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം തന്നെ അവൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ എന്ത് പേരിട്ട് വിളിക്കണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ കൺഫ്യൂഷൻ. അവൾ ശീലിച്ച പേരുകളൊന്നും ഞങ്ങൾക്കും അറിയില്ല. പേടിച്ച് ഒന്നും പ്രതികരിക്കാതെ ഒരാഴ്ചയായി മുറിയുടെ ഒരു ചുമര് നോക്കിയിരിക്കുന്ന അവളെ കണ്ട് പല പേരുകൾ ഞാൻ വിളിച്ചു നോക്കി, രക്ഷയില്ല. പക്ഷേ സുന്ദരി എന്നർത്ഥം വരുന്ന ബെല്ല എന്ന പേര് വിളിച്ചപ്പോൾ അവൾ തല ഉയർത്തി എന്നെ തിരിഞ്ഞു നോക്കി വാലാട്ടി. എനിക്കുണ്ടായ സന്തോഷവും റിലീഫും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. അവൾ അവളുടെ ആ പേര് സ്വയം സെലക്ട് ചെയ്തതാണ്. സമാധാനപ്രിയയായ അവളാണ് ഇന്ന് മാക്സൂട്ടിനെ കൊക്കോയുടെ ഗുണ്ടായസത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ കൊക്കോയുടെ കളിക്കൂട്ടുകാരിയായി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവളായി. ഒക്ടോബർ 26 തെരുവിൽ നിന്ന് കിട്ടിയ അവളുടെ ജാതകം മാറിപ്പോയ ദിവസമാണ്. ഒപ്പം ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കണ്ണിലുണ്ണിയാണ്, ഞങ്ങളുടെ പുഞ്ചിരിയാണ്, ഞങ്ങൾക്ക് ദൈവം തന്ന സ്നേഹ സാന്നിധ്യമാണ്. ഹാപ്പി ബർത്ത്ഡേ ബെല്ലമ്മ, വി ലവ് യു സോ മച്ച്.